ഇപ്രാവശ്യം നമ്മൾ KSRTC പാലക്കാട് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ മലക്കപ്പാറ യാത്രയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടവും കണ്ട് വനത്തിലൂടെ മലക്കപ്പാറയ്ക്കുള്ള യാത്രയും ഷോളയാർ ഡാമും കണ്ടുകൊണ്ട് ഒരു ദിവസത്തെ യാത്രയാണ് മലക്കപ്പാറ പാക്കേജിൽ വരുന്നത്. ഈ ഒരു യാത്രയ്ക്ക് 830 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. രാവിലെ 6 മണിക്കാണ് KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെടുക. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ യാത്രകളെ ഏറ്റവും പ്രിയങ്കരമാക്കുന്നത് നമ്മുടെ കുതിരാൻ ടണലിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ ഈ യാത്രയിൽ സാരഥിയായിട്ടുള്ളത് ബിനുചേട്ടനാണ്. മാത്രമല്ല നമ്മളെ നയിക്കാനായിട്ട് കൂടെയുള്ളത് മഹേഷേട്ടനാണ്. നമ്മുടെ കോഴിക്കോട് യാത്രയിലും മഹേഷേട്ടനായിരുന്നു നമ്മളെ നയിച്ചിരുന്നത്. നമ്മളെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടും മറ്റ് യാത്രികരെ പരിചയപ്പെട്ടുകൊണ്ടും നമ്മളങ്ങനെ ചാലക്കുടി എത്തി. ചാലക്കുടി വീനസ് ഹോട്ടലിലാണ് നമുക്ക് പ്രഭാത ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിതമായ നിരക്കിൽ നല്ല ഭക്ഷണം നൽകുന്ന നല്ലൊരു ഹോട്ടലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമകളിലും എന്തിനേറെ പറയുന്നു ഹോളിവുഡ് സിനിമകളിലടക്കം ലൊക്കേഷനായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. എന്തോ അന്ന് അതിരപ്പള്ളിയോട് തോന്നിയ അതേ കൗതുകം ഇന്നും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള എൻട്രി ഫീസ് വരുന്നത് 60 രൂപയാണ്. വെള്ളച്ചാട്ടം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും മാത്രമല്ല താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് താഴെ നിന്നും കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് അതേ ടിക്കറ്റ് വെച്ചിട്ട് കാണാൻ പറ്റുന്ന അടുത്ത സ്പോട്ടാണ് വാഴച്ചാൽ വാട്ടർഫോൾസ്. നമ്മൾ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത സമയം വേനൽക്കാലത്തിനോടടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഭംഗിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. വാഴച്ചാൽ കഴിഞ്ഞിട്ടുള്ള കാനന യാത്രയിൽ വേനൽക്കാലം ആരംഭിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാമായിരുന്നു. പച്ചപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇലകൾ ഉണങ്ങി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്, അരുവികളിലെല്ലാം വെള്ളം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ യാത്രയെ മനോഹരമാക്കുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുഭവമാണ് ഒരു ആനക്കൂട്ടം പുഴയിലൂടെ അക്കരയിലേക്ക് നീങ്ങുന്നത് കാണാൻ കഴിഞ്ഞത്. അതിരപ്പള്ളിയും വാഴച്ചാലും കഴിഞ്ഞ് മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിനുള്ളിലൂടെയുള്ള ഒരു 3 മണിക്കൂർ നേരത്തേക്കുള്ള യാത്ര. ഈ യാത്രയിൽ നമുക്ക് എത്രത്തോളം ഭാഗ്യമുണ്ടോ അതിനത്രത്തോളം നമുക്ക് വിവിധ തരം മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. നീണ്ട കാനന യാത്രയ്ക്ക് ശേഷം നമ്മൾ മലക്കപ്പാറയിലെത്തും. മലക്കപ്പാറ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്. ചെറിയൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് മലക്കപ്പാറയിലുള്ളത്. നമ്മുടെ യാത്രയിൽ ഉച്ചഭക്ഷണം മലക്കപ്പാറയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് ഭക്ഷണം ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോട്ടൽ മല്ലികയിലായിരുന്നു. നാടൻ ഭക്ഷണമായിരുന്നു. ഊണും ബിരിയാണി അവിടെ ലഭ്യമായിരുന്നു. നമ്മൾ രണ്ടും ഓരോന്ന് വാങ്ങിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള ഷോളയാർ ഡാം കാണാനായിട്ട് യാത്ര തിരിച്ചു. ഇതുവരെയ്ക്കും പല പല ഡാം കണ്ടിട്ടുണ്ടെങ്കിലും വെള്ളം ചാല് പോലെയായിട്ട് ഒഴുകണ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഡാം ആദ്യമായിട്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇത്രയും ദൂരം വന്നത് ഇങ്ങനെയുള്ളൊരു ഡാം കാണാനാണോ എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ അതൊരു വേറിട്ട അനുഭവമായിരുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കടക്കാരോട് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് മഴക്കാലത്ത് വെള്ളം തുറന്നു വിടാനായിട്ട് ഡാമിൻ്റെ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്തിന് ശേഷം അത് തിരിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ എന്തോ തകരാറുകൾ കാരണം അത് തിരിച്ച് അടയ്ക്കാനായിട്ട് പറ്റാതെ ആവുകയും തുടർന്ന് ഡാമിലെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോവുകയും ചെയ്തു. സാധാരണ ഈ സമയത്ത് ഡാമിൽ വെള്ളം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഡാമൊക്കെ കണ്ട് ഇരുട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ തിരിച്ചുള്ള യാത്ര ആരംഭിക്കുക. അത് ആ സമയത്ത് ആരംഭിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ നമുക്ക് വൈകുന്നേരം റോട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ യാത്രയിൽ നമ്മൾ അവിടെ ഇവിടെയായിട്ട് ആനകളെയും കുരങ്ങന്മാരെയും മരയണ്ണാൻ, കാട്ടുപോത്ത്, മാന് എന്നിങ്ങനെ വിവിധ മൃഗങ്ങളെ നമ്മൾ നേരിട്ട് അടുത്തുനിന്ന് കണ്ടു. തിരിച്ച് മല ഇറങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ചാലക്കുടി എത്തി വീനസ് ഹോട്ടലിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് പാലക്കാട്ടേക്ക് തിരിച്ചു. രാത്രി ഒരു 11-12 മണിയുടെ ഉള്ളിൽ നമ്മൾ തിരിച്ച് പാലക്കാട് ഡിപ്പോയിലെത്തും.
വളരെയധികം സേഫും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള KSRTCയുടെ ഇത്തരം ട്രിപ്പുകൾ നിങ്ങൾക്കും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള യാത്രാ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.